ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അണ്ടർ ദി സ്കൈ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമുക്കതിലോട്ട് പോവാം. ആദ്യം തന്നെ നല്ല അടിപൊളി ഫ്രഷ് അയില കിട്ടിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞ് അയിലയില്ലേ, അയില കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ വിചാരിച്ചു എന്നാൽ പെട്ടെന്ന് ഒരു ടപ്പയെന്ന് പറഞ്ഞിട്ടൊരു മൊളീഷ ഉണ്ടാക്കാം. മീൻ മൊളീഷ അധികം പണിയില്ല, പെട്ടെന്നാവും ചെയ്യും, നല്ല ടേസ്റ്റുമാണ്. അതിന് ഫ്രഷ് അയില തന്നെ വേണം, അല്ലെങ്കിൽ ഫ്രഷ് മത്തി വേണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചട്ടി വെച്ച് അതിലോട്ട് ഉലുവയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയിട്ട് പൊട്ടുമ്പോഴേക്കും അതിലോട്ട് കറിവേപ്പിലയിട്ട് സവാള, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം ഈ വഴറ്റുമ്പോൾ തന്നെ ഒരു നുള്ളി ഉപ്പിട്ട് കൊടുക്കുക, കാരണം പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനിയാണ് ട്രിക്കൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും. നമ്മൾ ഈ ചൂടായതിലോട്ട് പൊടികളൊന്നും ഇടില്ല. എല്ലാം നമ്മൾ പുളിവെള്ളം ആക്കി വെച്ചിട്ടുണ്ടാവും. അതായത് നമ്മൾ വാളംപുളി എടുത്തിട്ടുള്ളത്, കുടംപുളി എടുക്കുന്നവർക്ക് എടുക്കാം. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് വാളംപുളിയാണ്. വാളംപുളി നമ്മൾ പിഴിഞ്ഞെടുക്കുക. പിഴിഞ്ഞെടുത്ത ശേഷം അതിലോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ചേർക്കേണ്ടവർക്ക് ചേർക്കാം, അല്ലെങ്കിൽ ഇത് രണ്ടും മാത്രം മതി. അതാ കണ്ടോ, നല്ല പിഴിഞ്ഞെടുത്ത പുളിയിലോട്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ പുളി എടുക്കുന്ന സമയത്ത് അതായത് ഓരോ പുളിക്കും അതിൻ്റേതായ പുളി ഉണ്ടാവും. അപ്പം പുളി എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ കലക്കി ഒഴിച്ചു കൊടുക്കും. നന്നായിട്ട് ഇതിൽ മിക്സ് ആവണം, കട്ട പിടിക്കാത്ത രീതിയിൽ നന്നായി മിക്സ് ചെയ്ത ശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട്, ഞാനിതിപ്പം ഇത് രണ്ടും മാത്രമേ ഇടുന്നില്ല, മല്ലിപ്പൊടി ചേർക്കുന്നില്ല. അപ്പോൾ അത് രണ്ടും കൂടി ഇട്ട് ഇതിലോട്ട് നമ്മൾ വഴറ്റി വെച്ച അതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. ഇതിപ്പം നല്ല കൊഴുത്തതായിട്ടാണ് ഉണ്ടാവല്. അപ്പം കുറച്ചും കൂടി വെള്ളം ചേർത്ത് നമുക്ക് കുറച്ച് ലൂസായി കൊടുക്കാം. കാരണം മീനിട്ട് നല്ലോണം ഒന്ന് തിളക്കണം, അതുപോലെ ഇതും ഒന്ന് തിളച്ച് വരണം. അതുകൊണ്ട് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുക. പച്ചവെള്ളം തന്നെ നമ്മൾ അതിലോട്ട് കലക്കി ഒഴിച്ചു കൊടുത്താൽ മതി. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കാരണം മീനിൽ ഉപ്പിട്ടിട്ടില്ല, മീൻ മുറിച്ച് കഴുകി വെച്ചത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിലോട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് എണ്ണ തെളിയുന്ന സമയത്ത് വേണം നമ്മൾ മീനിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അയിലയിലാവുമ്പോൾ അധികം വെന്തുടയും. പിന്നെ അതുകൊണ്ട് വേവിച്ചിട്ട് കൂടുതൽ അതിൻ്റെ ടേസ്റ്റ് കളയാനാക്കണ്ട. അതിൻ്റെ ആ ഒരു പാകത്തിന് വെന്ത് നല്ലൊരു തിളവന്ന് എണ്ണ തെളിയുമ്പോഴേക്കും നമ്മളെ കറി സെറ്റാവും. ഈ സമയത്താണ് നമ്മൾ മീനിട്ട് കൊടുക്കുന്നത്. മീനിടുന്ന പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ അതിൻ്റെ കുഞ്ഞി തലയില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ മാങ്ങ സീസണിലാണെങ്കിൽ ഈ തക്കാളി കുറച്ച് മാങ്ങയും കൂടി ചേർത്ത് കൊടുത്താൽ പിന്നെ പറയണ്ട, വേറൊന്നും വേണ്ട ചോറിന്, ഇത് മാത്രം മതി. ഭയങ്കര ടേസ്റ്റ്. ഇനി ചോറിനായിക്കോട്ടെ ചപ്പാത്തിക്കായിക്കോട്ടെ ഇതുപോലെ ഞാൻ കുഞ്ഞി തലയും കൂടി എടുത്ത് കൊടുക്കുന്നുണ്ട്. ഈ അയിലയാകുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട, അതിലൊരു കൂറ പോലത്തെ ഒരു സംഭവം ഉണ്ടാവും അല്ലേ, ഇതിൻ്റെ തലേൻ്റെ ഉള്ളിൽ. ഇതൊക്കെ നന്നായി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ഇതിലൊന്നും ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിട്ടില്ല, കറിയിൽ മാത്രമേ ഉപ്പിട്ടിട്ടുണ്ടായിട്ടുള്ളൂ. അതുപോലെ ചേർത്ത് നന്നായിട്ട് ഒന്ന് അടച്ച് വെച്ച് ഇതൊന്ന് സെറ്റാവും. ആ സെറ്റാവുന്നതെന്ന് പറയുന്നത് എണ്ണ തെളിഞ്ഞു വരും. അപ്പോൾ നല്ല കൊഴുത്ത് ഇത് വരും. അപ്പം നമ്മൾ ചേർക്കേണ്ടത് ഒരു പച്ച വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കുകയും ചെയ്യാം. ഞാൻ ഇതിലിപ്പം വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്തിട്ടില്ല, പച്ച വെളിച്ചെണ്ണ മാത്രം നനച്ച് കൊടുത്തു. ഭയങ്കര ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷേ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. അതായത് പുളി വെള്ളത്തിൽ തന്നെ പൊടിയിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് അതുപോലെ ചെയ്ത് നോക്കി. കാരണം ഈ ഹോസ്റ്റലേഴ്സിനായിക്കോട്ടെ, ഇപ്പം ഒരു ഒറ്റയ്ക്ക് താമസിക്കുന്ന ജോലി ചെയ്യുന്നവർ, അവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അതുപോലെ അമ്മ നല്ല അടിപൊളി ചക്ക ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം ചക്ക സീസൺ കഴിയാനായി, നമ്മളടുത്ത് ലാസ്റ്റായി. പക്ഷേ ചക്കയും ഈ മീൻ മുളീഷുമായിരുന്നു. ഭയങ്കര രസമായിരുന്നു. അപ്പം ചക്ക, കപ്പ, ചപ്പാത്തി ഇതിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് പോകും ഇത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഫീഡ്ബാക്ക് കമൻറ്റ് വഴി അറിയിക്കുക. അപ്പം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.